ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻ രാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത്. അപ്പം മനോഹർ ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കണം. ആ സമയത്താണ് രണ്ട് ഗുണ്ടകളും ബൈക്കിൽ വന്ന് മനോഹരെ തടയുന്നത്. അവിടെ നിൽക്കടാ എന്നും പറഞ്ഞുകൊണ്ട്, നീ എന്താടാ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനോഹറിന് ഇട്ട് അങ്ങോട്ട് അടിക്കുകയാണ്. അപ്പം മനോഹർ വിട്ടുകൊടുക്കുന്നില്ല. മനോഹർ നല്ല അടി അടിക്കുന്നുണ്ട്. ഇനി ഇവൻ ജീവനോട് ഇരിക്കാനായിട്ട് പാടില്ല, ഇവനെ കൊന്നു കളഞ്ഞേക്ക് എന്നിങ്ങനെ ഈ ഗുണ്ടകൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മനോഹർ ആകെ പേടിച്ച ഒരു അവസ്ഥയിലായി പോവുകയാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും തൻ്റെ മകളെ തനിക്ക് കാണണം എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ മനോഹറിൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ ഈ ഗുണ്ടകൾ ഇവനെ അടിച്ചങ്ങോട്ട് നിരപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും മറ്റ് ഗുണ്ടകളൊക്കെ ഇവൻ്റെ കൈ കയറി പിടിക്കുകയാണ്. മനോഹറിൻ്റെ കൈ കയറി പിടിച്ചിട്ട് കത്തിയെടുത്ത് ഇങ്ങനെ കുത്താൻ പോകുന്ന ആ സമയത്ത് ദാ വരുന്നു കിരൺ. കിരണാണെങ്കിൽ വണ്ടി വരികയാണ്. ബൈജു നിർത്തിന്ന് ബൈജു, ഇത് കണ്ടോ ബൈജു? ഇന്ന് അടിയോടടിയാണല്ലോ മനോഹറിനല്ലേ ആ പിടിച്ചടിക്കുന്നത്. ഇത് കണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുമോ? ഇന്നത്തെ ദിവസം എന്തൊരു ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് കിരണാണെങ്കിൽ അവിടെ നിന്ന് പാഞ്ഞിറങ്ങിയിട്ട് മനോഹറിനെ കുത്താൻ പോകുന്ന ആ സമയത്ത് തന്നെ കിരൺ അയാളെ പിടിച്ച് ഒറ്റ ചവിട്ട്. കിരണിൻ്റെ ആ ചവിട്ടിൻ്റെ ആ ശക്തിയിൽ ഇയാളങ്ങോട്ട് തെറിച്ചങ്ങോട്ട് പോവാണ് കത്തിയുമായിട്ട്. അങ്ങനെ നമ്മുടെ മനോഹറിന് കുത്ത് കിട്ടില്ല. അങ്ങനെ മനോഹറിനെ പിടിച്ച അയാളെയും ഈ കിരണാണെങ്കിൽ അടിച്ച് തകർക്കുകയാണ്. എല്ലാവരും അടിക്കണം, മനോഹറും വിട്ടുകൊടുക്കുന്നില്ല. മനോഹറും അങ്ങനെ അടിച്ചടിച്ച് എല്ലാവരെയും നിരപ്പാക്കുകയാണ്. കിരൺ അതേപോലെ തന്നെ. അപ്പോൾ കിരണിൻ്റെ അടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് ഗുണ്ടകൾക്ക് മനസ്സിലായി. ഗുണ്ടകൾ കിരണെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കിരണാണെങ്കിൽ എടാ മനോഹറെ കണ്ടില്ലേ ഇപ്പം ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവർ നിൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയാനായിരുന്നു. നീ ഒന്നും അനങ്ങാതിരിക്കുക എൻ്റെ മനോഹറെ. നിനക്ക് പരോള് കിട്ടിയതല്ലേ, നീ കുഞ്ഞിനെയും കണ്ടു, എന്നിട്ടിപ്പോൾ നിനക്ക് എന്താ പ്രശ്നം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഞാൻ പരോളിൽ ഇറങ്ങിയതേ എൻ്റെ കുഞ്ഞിനെ കാണാനും എൻ്റെ കുഞ്ഞിനെടുക്കാനും താലോലിക്കാനും ഒക്കെയാണ്. അതിനനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. നീ ഇപ്പം കുഞ്ഞിനെ കണ്ടല്ലോ, ആ കുഞ്ഞിനെ എടുത്തല്ലോ, പിന്നെന്താ മനോഹർ നിനക്ക് പ്രശ്നം? നിനക്ക് ജീവനോട് ഇരിക്കണമെന്ന് യാതൊരു താല്പര്യമില്ലേ? നിനക്ക് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതല്ലേ? നീ എന്തായി കാണിച്ചു കൂട്ടുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഇല്ല കിരൺ സാറേ, എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളൊന്നും പറഞ്ഞ് ഞാൻ കേൾക്കില്ല. ആ ഗുണ്ടകളെ അഴിച്ചത് ആരാ? സരയുവാണ് അവർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളും വന്ന് നിന്നെ തകർക്കാനായിട്ടും പോകുന്നില്ല. സരയു കാരണം തന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നു. ഇപ്പം ഇനിയും നിനക്ക് ഇങ്ങനത്തെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകും. നീ ജീവനോടെ ഇരുന്നാൽ ഇനിയും നിനക്ക് കുഞ്ഞിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നീ ഇപ്പോൾ ഇങ്ങനെ കാണിക്കരുത് മനോഹരൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാറില്ല സാറേ, സരയു എന്നെ കൊല്ലട്ടെന്നേ, എന്നെ കുത്തി മലർത്തട്ടെ, എനിക്ക് കുഴപ്പമില്ല സാറേ. പക്ഷേ എന്നാലും എൻ്റെ മകളെ എനിക്ക് കാണണം. എടാ ഒരടി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ആ ഗംഗാപ്രസാദില്ലേ, അവനെ ഞാൻ കണ്ടായിരുന്നു. അവനെ ഓടിച്ചിട്ട് ഞാൻ പിടിച്ച് നല്ല അടി ഞാൻ അടിച്ചതാണ്. പക്ഷേ ആ സമയത്ത് കുറേ വഞ്ചിക്കാരുണ്ടായിരുന്നു ആ കടപ്പുറത്ത് വെച്ച്. ആ വഞ്ചിക്കാർ ഞങ്ങളെ തടയുകയാണ് ചെയ്തത്. ആ തടഞ്ഞ സമയത്ത് ഈ ഗംഗാപ്രസാദ് ഓടി രക്ഷപ്പെട്ടു. ആ ഒരു അടിയും കഴിഞ്ഞ് വരുമ്പോഴാണ് നിന്നെ പിടിച്ച് ഇവരെല്ലാവരും കൂടി കിടന്ന് അടിക്കുന്നത് ഞങ്ങൾ കാണുന്നത്. വെറുതെ പോകാനായിട്ട് പറ്റുമോ? നിന്നെയും രക്ഷിക്കണ്ടേ? ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കല്ലേടാ. ഇവിടെ മനുഷ്യന് 100 കണക്കിന് പ്രശ്നങ്ങളാണ്, അതാ പറയുന്നത്. ഇല്ല സാറേ, എന്നെ കൊല്ലണേം കൊല്ലട്ടേന്നേ, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. സരയു എന്നെ കൊല്ലണേം കൊല്ലട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കാണുന്ന ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല സാറേ. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം, എൻ്റെ കുഞ്ഞിനെ കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് ജയിലിൽ തന്നെ കിടന്നാൽ പോരായിരുന്നില്ലേ? ഞാനെന്തിനാ പരോളിൽ ഇറങ്ങിയത്? ഇവിടെ ഇറങ്ങിയിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ മനോഹർ പറയുകയാണ്. പക്ഷെ അങ്ങനെയും പറഞ്ഞുകൊണ്ട് മനോഹർ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. കിരണാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കിരൺ നേരെ വണ്ടിയിലേക്ക് കയറുകയാണ്. എന്താണ് കിരണാളിയ എന്ന് ബൈജു ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? അവനോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ തല വെട്ടിപ്പോകുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാനുള്ളതൊരവസ്ഥ. അങ്ങനെ പറയുകയാണ് നമ്മുടെ കിരൺ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും മൂങ്ങാമുത്തശ്ശിയെയും ബാക്കി എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ കിരണോടും കല്യാണിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മനോഹറിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, ഈ സരയുവിനെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം സരയുവിൻ്റെ സ്വഭാവം മാറിയെന്ന് എനിക്ക് തോന്നില്ല. ആ പാവം മനോഹറിനെ അവൾ കൊല്ലാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവളോടൊക്കെ ഞാൻ ഒരുപാട് ഉപദേശിച്ച് നോക്കി, പക്ഷെ അവൾ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല കല്യാണി എന്നിങ്ങനെ ആ മുത്തശ്ശി പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? സരയുവിനോട് പറഞ്ഞു നോക്കി, പക്ഷേ സരയു അതൊന്നും കേൾക്കുന്നില്ല. അതാ പറഞ്ഞത്, അവളുടെ സ്വഭാവമൊന്നും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ സോപ്പിട്ട് നിൽക്കുകയാണ്, അവൾ നമ്മളെ കയ്യിലെടുക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, സരയു ശരിക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഈ കല്യാണി മോളെ നീ അങ്ങനെ പറയുള്ളൂ. കിരണും അതേപോലെ തന്നെയാണ്. ദേ മനോഹറിനെയാണ് ഇനി സൂക്ഷിക്കേണ്ടത്. മനോഹർ ആ കുഞ്ഞിനെ എടുത്തുന്നൊക്കെയല്ലേ പറയുന്നത്. എന്നിട്ട് ഇപ്പം ഇനി സരയു വെറുതെ ഇരിക്കോ? അവൻ ഉറപ്പായിട്ടും കൊല്ലും. ഈ മനോഹറിന് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതല്ലേ. അതിനു മുമ്പ് ഈ സരയു ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവളിൽ നിന്ന് നമുക്ക് എങ്ങനെയും നിന്ന് മാറ്റാം. ഒരു മാറ്റലും നടക്കില്ല. അപ്പം കാർത്തികയാണെങ്കിൽ പിന്നെ സരയുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി. കാരണം കല്യാണി നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. കിരൺ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് സഹിക്കാനായിട്ട് പറ്റുമോ? കിരണ് നീ ആത്മാർത്ഥമായി സ്നേഹിച്ചു. കിരണിന് വേറൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് സഹിക്കാനായിട്ട് പറ്റുമോ? അപ്പം നീ അവിടെ പ്രതികരിക്കും. നീ ഇത്രയും നാൾ നിന്റെ മനസ്സിൽ കൊണ്ട് നടന്ന് സ്നേഹിച്ച ഒരാൾ നിന്റെ നേരെ ഒരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് സഹിക്കാനും പൊറുക്കാനും പറ്റില്ല. ദേ ഈ സരയു അതേപോലെ തന്നെയായിരുന്നു. സരയു മനോഹരനെ ഒരുപാട് സ്നേഹിച്ചു. കിരണിനെയാണ് ആദ്യം സ്നേഹിച്ചത്. പക്ഷേ കിരണിനെ തനിക്ക് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഭയങ്കര പ്രതികാരമായിരുന്നു. അതിനിടയിലാണ് മനോഹർ സരയുവിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ആ സമയത്ത് മനോഹറിനെ സ്നേഹിക്കാൻ തുടങ്ങി സരയു. അപ്പോൾ സരയു മനസ്സിൽ കരുതിയിരുന്നത് കിരണിനേക്കാളും ഏറ്റവും നല്ലൊരാളാണ് മനോഹർ എന്നാണ്. ആ ഒരു കാര്യം മനസ്സിൽ കൊണ്ട് നടന്ന സരയു ഒരിക്കലറിയാണ് അയാളൊരു ഫ്രോഡാണ്, തന്നെ ചതിക്കുകയാണ്, പല പെണ്ണുങ്ങളുമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഏതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് കല്യാണി. അതേ സരയും ചെയ്തുള്ളൂ. അപ്പോൾ അവനിപ്പം നല്ലവനായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സരയുവിൻ്റെ ആ മനസ്സിൽ ആ സംശയങ്ങളും കാര്യങ്ങളൊന്നും മാറില്ല. അവൻ ചെയ്ത ക്രൂരതകളൊന്നും സരയുവിൻ്റെ മനസ്സിൽ നിന്ന് മാറില്ലെന്നേ. അതാണിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സരയുവിനെയും മനോഹറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കിരൺ കയറി വരുന്നത്. കിരൺ കയറി വരുമ്പോഴും കിരണിൻ്റെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ കിരൺ അങ്ങോട്ട് വന്നിട്ട് എന്താ കിരണേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കല്യാണി. അത് പിന്നെ നിങ്ങൾക്ക് ഒരു ദുഃഖവാർത്തയുണ്ടെന്ന് ഇവരോടൊക്കെ പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ഞെട്ടിപ്പോയി. ദൈവമേ, അല്ലെങ്കിലേ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ദുഃഖവാർത്തയും കൊണ്ട് കിരണേട്ടൻ വന്നിരിക്കുന്നു. എന്താ കിരണേട്ടൻ എന്നൊക്കെ ഇങ്ങനെ കല്യാണി ചോദിക്കുകയാണ്. അതെ, ഞാനിന്ന് അവനെ കണ്ടായിരുന്നു വീണ്ടും, ആ ഗംഗാപ്രസാദിനെ. അവനെ ഞാൻ പിടികൂടിയതുമാണ്. അവന് ഞാൻ തല്ലാവുന്ന മാക്സിമം ഞാൻ തല്ലി ചതച്ചതുമാണ്. ആ സമയത്താണ് വഞ്ചിക്കാരെല്ലാവരും ഓടി വന്ന് ഞങ്ങളെ തടഞ്ഞത്. എന്നെ തടഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ അറിയാതെയാണ് അവരങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അവർ വിചാരിച്ചത് ഞങ്ങൾ ഏതോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് അനാവശ്യമായിട്ട് തല്ലുകൂടുകയാണ് എന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ അവരെന്നെ തടഞ്ഞു. അവരാ തടയുന്നത് കൊണ്ട് ഗംഗാപ്രസാദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നും പറയണത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തികയാണെങ്കിൽ ദൈവമേ അവപ്പോൾ അവൻ രക്ഷപ്പെട്ടല്ലേ, അവനെ പിടികൂടിയതാണല്ലോ, അപ്പോൾ അവൻ വീണ്ടും വരുമെന്ന് ഉറപ്പായി. അപ്പോൾ എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്. നിങ്ങളെ ആരെയല്ല ലക്ഷ്യം, ഞങ്ങളെ തന്നെയാണ് ലക്ഷ്യം എന്ന് ലക്ഷ്മിയും അതേപോലെ തന്നെ കാർത്തികയും പറയുകയാണ്. അപ്പോൾ കിരണ് വേറൊരു സത്യം കൂടി പറയുകയാണ്. അത് ഞാൻ അവനെ ഇടിച്ച് നിരപ്പാക്കി വരുന്ന ആ ടയറിൽ വരുമ്പോഴാണ് റോഡിൽ നിന്ന് മനോഹരെ 2 ഗുണ്ടകൾ പിടിച്ച് ആക്രമിക്കുന്നു. അവനെ കത്തിയെടുത്ത് കുത്താനായിട്ട് പോയാണ്. ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അല്ലായിരുന്നെങ്കിൽ അവനെ കട്ട പോകുകയായിരുന്നു. അവൻ്റെ ജീവൻ മോളിലേക്ക് പോയനായിരുന്നു. അവിടെയും പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇന്നത്തെ ദിവസം അടിപിടി ഇടിയൊക്കെ തന്നെയായിരുന്നു എൻ്റെ കല്യാണി എന്നൊക്കെ ഇങ്ങനെ പറയാം. എൻ്റെ ദൈവമേ, അപ്പോൾ മനോഹറിനെ അടിക്കാനായിട്ട് അയച്ചത്, കൊല്ലാനായിട്ട് അയച്ചത് സരയു തന്നെ ആയിരിക്കുമല്ലേ? അതിനെന്താ സംശയം? സരയു തന്നെയാ, അല്ലാതെ വേറൊരാളും അവന് ശത്രുവായിട്ടില്ലല്ലോ. കുറേ പെണ്ണുങ്ങളൊക്കെ ചതിച്ചിട്ടുണ്ടെങ്കിലും അവർക്കിപ്പോൾ അവരവരുടെ ജീവിതം തേടി പോയിരിക്കുകയാണ്. അപ്പോൾ അവരാരും ഒന്നുമല്ല, സരയു തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്നും പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ തോന്നിക്കണം. ആ സമയത്താണ് നമ്മുടെ വേലു അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വേലു എന്താ ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചിന്തിച്ച് നോക്കിയപ്പോഴേക്കും വേലു, ഇന്നൊരു സംഭവം ഉണ്ടായടാ. ഇന്ന് ആ ഗംഗാപ്രസാദിനെ കണ്ടു. ഇത് കേട്ട് വേലു ആകെ ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ അവനോട് ഞാൻ കുറേ കൊടുത്തടാ. ആ സമയത്ത് കുറേ പേര് വന്ന് എന്നെ തടഞ്ഞു. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തടാ. എൻ്റെ കിരൺ സാറേ, ഞാൻ നിങ്ങളോടൊപ്പം വരേണ്ടതായിരുന്നു കിരൺ സാറേ. അത് നീ പറഞ്ഞ സത്യ. നീ ഞങ്ങളോടൊപ്പം വരേണ്ടതായിരുന്നു. നിന്റെ പള്ളയിൽ എപ്പോഴും ഒരു കത്തിയും വെച്ചുകൊണ്ടാണല്ലോ നീ നടക്കുന്നത്, ഒരു വിഷക്കത്തി. ആ കത്തി അവൻ്റെ പള്ളക്ക് കുത്തിയിരുന്നെങ്കിൽ ആരൊക്കെ എന്തൊക്കെ തടഞ്ഞാലും അവൻ അതോടെ തീർന്നാനായിരുന്നു. ഞങ്ങളെ ആ വഞ്ചിക്കാരൊക്കെ തടഞ്ഞപ്പോഴേ നീ അവൻ്റെ പള്ളക്ക് കത്തി കുത്തിയാൽ മതിയായിരുന്നടാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അവൻ രക്ഷപ്പെട്ടു പോയി. ദൈവമേ, ഇനിയിപ്പോൾ അവൻ എവിടെ പോയി ഒളിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ വേലു ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
CS-നെയാണ്. അപ്പോൾ CS ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക സമയത്ത് ഡോക്ടർ വരികയാണ്. എങ്ങനെയുണ്ട് സേന, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല ഡോക്ടറെ, എനിക്ക് ഡിസ്ചാർജ് ചെയ്യാനായോ, എനിക്ക് വീട്ടിലൊന്ന് പോകാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്യണ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം, ഡിസ്ചാർജ് ചെയ്യാനൊന്നും ആയിട്ടില്ല. സാറേ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് കല്യാണത്തിന് പോയേ മതിയാവുള്ളൂ, അത് ഞാൻ വീൽ ചെയറിലാണെങ്കിലും പോകും. അതായിക്കോട്ടെന്നേ, വീൽ ചെയറിലോ അല്ലെങ്കിൽ നിങ്ങൾ ആംബുലൻസിൽ വരെ വേണമെങ്കിൽ അവിടെ എത്തിച്ചേക്കാം. പക്ഷേ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട് ഡോക്ടറെ. എനിക്ക് കാർത്തികയുടെ കല്യാണം കൂടണം. അവിടെ പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗംഗാപ്രസാദിൻ്റെ കാര്യമൊക്കെ കേട്ടായിരുന്നു. അമലുവിൻ്റെ കാര്യമൊക്കെ ഞാൻ കേട്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോഴേ ആകെ സങ്കടം തോന്നും. അതേ സാറേ, ഗംഗാപ്രസാദ് എല്ലാവരും കൂടി കല്യാണം മുടക്കാനും അവരെ തീർക്കാനും ഒക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അതിനിടയിൽ എനിക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കാനായിട്ട് പറ്റില്ല എൻ്റെ ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ സേനം പറയാണ്. ഏതായാലും നിങ്ങളുടെ ജീവൻ നിങ്ങൾ നോക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഈ തേൻ ആ സമയത്ത് കത്തിച്ചിരുന്നെങ്കിൽ അത് കത്തിപ്പോയാനായിരുന്നു. അത്രയ്ക്കും കൊടും വിഷമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതാണ് നിങ്ങളുടെ വയറ്റിലേക്ക് ചെന്നത്. കുറേ റെസ്റ്റ് എടുക്കണം, എല്ലാം റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ സേന. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ പൊന്നു സാറേ, വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് തീ തിന്നും ഒരുപാട് വെന്തുരുകിയും ജീവിച്ച ഒരാളാണ്. ഇപ്പോഴാണ് കുറച്ച് റിലാക്സ് ആയതും മനസ്സിന് സമാധാനമൊക്കെ കിട്ടിയതും കുടുംബം തിരിച്ചു കിട്ടിയതും ഒക്കെ. ഇപ്പം എൻ്റെ രൂപ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഡോക്ടർക്ക് അറിയാവോ? എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ഇപ്പം എൻ്റെ രൂപ തലമുണ്ടനം ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളുടെ ജീവിതം പോലും നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഭാര്യയെയും മക്കളെയൊക്കെ കിട്ടുമ്പോൾ തനിക്ക് ഇനിയും ജീവിക്കണ്ടേ? അപ്പോൾ ഡോക്ടർമാർ പറയുന്നതും കാര്യമാക്കണം സേന. അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട, കല്യാണം തനിക്ക് കൂടാനായിട്ട് പറ്റുമെന്നേ, സമാധാനമായിട്ടിരിക്കുക എന്ന് സേനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് വല്ലാത്തൊരവസ്ഥ. മനോഹർ രക്ഷപ്പെട്ടു എന്ന് വാർത്ത സരയു അറിയാണ്. അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. ഞാനയച്ച ഗുണ്ടകൾ അവനെ തീർക്കാനായിട്ട് കത്തി എടുത്തുകൊണ്ട് ചെന്നതാ. ആ സമയത്താണ് ഒരാൾ വന്ന് അത് തട്ടിത്തെറിപ്പിക്കുകയും അവിടെ അടി പിടി നടക്കുകയും ചെയ്തത്. അതുകൊണ്ട് മനോഹർ രക്ഷപ്പെട്ടു. പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുക്കുന്ന മട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാരി വന്നിട്ട് ചിലപ്പോൾ ഈ മനോഹരനെ രക്ഷിച്ചത് കിരൺ ആണെങ്കിലോ? ആ ഒരു സംശയവും എനിക്കുണ്ട്. കാരണം കിരണും മനോഹറിന് സപ്പോർട്ടാണ്, കല്യാണിയും മനോഹറിന് സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു സംശയം എനിക്കുണ്ട്. കിരണം തന്നെയായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. പക്ഷേ ആരൊക്കെ അവനെ രക്ഷിച്ചാലും ശരി, എനിക്ക് അവനിൽ നിന്നുള്ള മനോഭാവം മാറാൻ പോകുന്നില്ല. അപ്പോഴേക്ക് ശാരിയാണെങ്കിൽ എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മനോഹർ ജയിലിലേക്ക് തന്നെ പോയാൽ മതിയായിരുന്നു. ഓഹോ, അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അത് തന്നെയാണല്ലേ? എനിക്കറിയാം നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന്. അവൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ, അവൻ രക്ഷപ്പെടും. പക്ഷേ നിങ്ങൾ ഓർത്തോ, അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവനെ ഞാൻ തീർത്തിരിക്കും. എൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർത്തിരിക്കും. സരയു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ ഒരുപാട് പെണ്ണുങ്ങളെയൊക്കെ ചതിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി നീ പ്രതികാരം ചെയ്യണോ? നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരത്തെ ആണെങ്കിൽ എൻ്റെ ജീവിതം മാത്രം എനിക്ക് നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. എനിക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനി മനോഹർ ഉണ്ടാകാനായിട്ട് പാടില്ല. എൻ്റെ കുഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇങ്ങനൊരു അച്ഛനെ എൻ്റെ കുഞ്ഞിന് വേണ്ട എന്നേ. അതുകൊണ്ട് എൻ്റെ കൺമുൻപിൽ അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവനെ തീർക്കും. ഇത് തന്നെയാണ് എൻ്റെ അവസാന തീരുമാനവും. അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ അവനെ ഞാൻ തീർത്തേ അടങ്ങുള്ളൂ. അത് അവൻ്റെ പിന്നിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും ശരി, എനിക്കതൊന്നും വകവയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നും പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഷാരിയാണെങ്കിൽ ആകെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങ് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെ. അപ്പോൾ ഗംഗാപ്രസാദ് ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു തട്ടുകടയിലേക്ക് ചെല്ലുകയാണ്. എനിക്ക് 2 ബുൾസൈ വേണം, അത് തിരിച്ചിടണ്ട കേട്ടോ. പിന്നെ
പാലും വേണം കേട്ടോ, അത് പെട്ടെന്ന് തന്നെ എടുത്തോളൂ. ഓക്കെ സാർ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ ആ തട്ടുകടയിൽ ഇരിക്കുക. ആ സമയത്താണ് പോലീസ് ജീപ്പ് വരുന്നത് ഗംഗാപ്രസാദ് കാണുന്നത്. കണ്ട ഗംഗാപ്രസാദ് ആകെ പേടിച്ചു പോവുകയാണ്. അവിടുന്ന് പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ഗംഗാപ്രസാദ് പെട്ടെന്ന് പാഞ്ഞു പോകണം. അപ്പോൾ ഈ തട്ടുകടക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടതെന്ന് ചോദിക്കുമ്പോഴും ഗംഗാപ്രസാദ് അവിടെ മിണ്ടുന്നില്ല. അപ്പോൾ പോലീസ് ജീപ്പ് അവിടെ വരികയാണ്. അപ്പോൾ ഈ ഗംഗാപ്രസാദ് ഇങ്ങനെ നടന്നു പോകുന്നത് കാണുകയാണ്. ഗംഗാപ്രസാദ് അറിയില്ല. അപ്പോൾ ഈ തട്ടുകാരോട് ചോദിക്കണം, ആരാടോ അയാൾ? അറിയില്ല സാറേ, ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു, പക്ഷേ നിങ്ങളെ കണ്ടുകൊണ്ടാണ് സാറേ, പെട്ടെന്ന് അയാൾ ധൃതിക്ക് നടന്നു പോകുന്നതാണ് കണ്ടത്. അപ്പം ഇത് കണ്ട പോലീസുകാർക്ക് സംശയം തോന്നി, വിടറ അവൻ്റെ പിന്നാലെ എന്ന് പറയാം. അങ്ങനെ ജീപ്പ് വരുന്ന കഴിഞ്ഞപ്പോഴും ഗംഗാപ്രസാദ് ഓട്ട. അപ്പോഴാണ് വലിയൊരു വണ്ടി വന്ന് ഈ ജീപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എന്താണ് ഈ കാണിക്കുന്നത്? വണ്ടി എടുത്ത് മാറ്ററാ എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്കാരെ പെട്ടെന്ന് പേടിച്ച് വണ്ടിയെടുത്ത് മാറ്റുകയാണ്. പക്ഷേ ഈ വണ്ടിയുടെ പിന്നാലെ പതിഞ്ഞിരിക്കുകയാണ് ഗംഗാപ്രസാദ്. പോലീസുകാരവിടെ കാണുന്നുമില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.